പ്രിയങ്കെ കൂടെ ഷേക്കൻ. പ്രിയങ്കെ നിന്റെ ശരീരത്തിൽ ഓടുന്നത് രാജരക്തം തന്നെ, സമ്മതിച്ചു. ഇനി ഏതായാലും അവള് ഡാൻസ് കോമ്പറ്റീഷനിൽ ജയിക്കാനൊന്നും പോകുന്നില്ല. ഇല്ല ആന്റി, ഒന്നിനെയും നിസ്സാരമാക്കി കാണരുത്. കാറ്റ് വാക്ക് അറിഞ്ഞുകൂടാത്തവളാണ് ബ്രാൻഡ് അംബാസിഡർ ആയതെന്ന് ആന്റി മറക്കരുത്. കൊടും പിരികൊള്ളുന്ന മഹാഭാരത യുദ്ധം ജയിച്ചത് അർജുനന്റെ ആയോധന പാടവം കൊണ്ടല്ല, സാരഥിയായി കൂടിയ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ തന്ത്രങ്ങൾ കൊണ്ടാണ്. കല്യാണിക്കൊപ്പം ഉള്ളത് അതുപോലൊരു ബുദ്ധിശാലിയാണെന്ന് നമ്മൾ മറക്കരുത്. അല്ല പിന്നെ എന്താ ഇപ്പൊ ഒരു വഴി? കൊള്ളാം, ആന്റിക്കറിയാത്ത വഴിയോ? തളർത്തണം. ഒരു ഭാഗത്ത് കല്യാണിയുടെയും മറുഭാഗത്ത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെയും മനസ്സ് തളർത്തണം. കൊള്ളാം, അഖിലാണ്ടേശ്വരിയുടെ മനസ്സ് തളർത്താനോ? നല്ല കഥയായി. പ്രിയങ്കയെ നീ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചിട്ട് പോലും ഒന്നും ഉലയാത്ത മനസ്സാ അത്. ആയിക്കോട്ടെ, എന്നിട്ടും ഗംഗ അവിടെ കയറി പറ്റിയില്ലേ? അതെന്താ ആന്റി ഓർക്കാത്തെ? ഞാൻ അവിടെ കയറി പറ്റിയ എന്നതിലല്ല, കൃത്യസമയത്ത് കയറി പറ്റിയ എന്നുള്ളതിലാണ് കാര്യം. അതെ, അല്പം വൈകിയിരുന്നെങ്കിലേ എല്ലാം തകിടം മറിഞ്ഞേനെ. ആ കല്യാണിയോട് പ്രേമമാണെന്ന് ആനന്ദ് ചാടിക്കേറി അങ്ങ് പറഞ്ഞേനെ. അത് പറയാൻ തുടങ്ങിയപ്പോഴാ ഗംഗയുടെ വരവ്, അതും അഖിലാണ്ടേശ്വരിയുടെ അറിവോടെ. പഴയ കാര്യങ്ങളൊക്കെ വിട്. അഖിലയുടെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാൻ ഏറ്റവും നല്ല മാർഗം ജ്യോതിഷോ. അതിപ്പോ എങ്ങനെയാ? അഖിലാണ്ടേശ്വരിക്ക് കുടുംബ ജ്യോത്സ്യനില്ലേ? അദ്ദേഹം പറയുന്നതേ അഖില വിശ്വസിക്കൂ. അല്ലെങ്കിൽ പിന്നെ ഇളയച്ചൻ പറയണം. നമ്മള് വാടകയ്ക്കെടുക്കുന്ന ഒരു ജ്യോത്സ്യനിലും അഖിലാണ്ടേശ്വരിക്ക് വിശ്വാസം ഉണ്ടാവണം, ഉണ്ടാക്കിയെടുക്കണം. അത് ഗംഗ വിചാരിച്ചാൽ സാധിക്കും. അങ്ങനെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായാൽ ആ ജ്യോത്സ്യനിലൂടെ കല്യാണി തൃച്ചംബരത്തെ മരുമകളാകുമെന്ന് നിരന്തരം പറയിച്ച് അഖിലാണ്ടേശ്വരിയുടെ മനോനില തകരാറിലാക്കാം. ഈ ഭൂലോകം തിരിയുന്നത് തൃച്ചംബരത്തെ അന്തസ്സിലാണെന്ന് കരുതുന്ന അഖില അവസാനം കല്യാണിക്കെതിരെ ആയുധമെടുക്കും. അതോടെ തീരും തൃച്ചംബരത്തിന്റെ കെട്ടുറപ്പും. അമ്മയും മകനും പിരിയും. പിന്നെ ഒരു ചെറിയ കാറ്റ് മതി തൃച്ചംബരം കുടുംബത്തിന്റെ അസ്ഥിവാരം ഇളകാൻ. കൊള്ളാം, സമ്മതിച്ചു നിന്നെ. ഇത് നടന്ന തൃച്ചംബരം തകർന്നടിഞ്ഞത് തന്നെ. വാക്കുകൊണ്ടല്ല തകർന്നടിയേണ്ടത്, പ്രവൃത്തി കൊണ്ട് വേണം. ഇന്ന് തന്നെ ചെന്ന് അഖിലാണ്ടേശ്വരിയുടെ ജ്യോത്സ്യന്റെ അത്ഭുതങ്ങളുടെ കെട്ടുകഥകൾ ഇറക്ക്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സമയാസമയം അറിയിക്കാം. ചെല്, സമയം കളയണ്ട. ശരി പ്രിയങ്കെ, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. വാങ്ങേ. ഇവിടെ ഇപ്പൊ ഏത് ഡാൻസ് മത്സരം വയ്ക്കാൻ തീരുമാനമെടുത്താലും അത് ഫോക്ക് ആണെങ്കിലും ക്ലാസിക്കൽ ആണെങ്കിലും എന്റെ ബ്രാൻഡ് അംബാസിഡർ കളിച്ച് ജയിച്ചിരിക്കും. കല്യാണി, വലിയുഞ്ഞെ, നിന്റെ മനസ്സ് നിറയെ ഡാൻസിനെ കുറിച്ചുള്ള ചിന്തകളാണെന്ന് തോന്നുന്നല്ലോ. ഡാൻസിനെ കുറിച്ചല്ല വലിയുഞ്ഞെ, ഡാൻസ് മത്സരത്തിൽ ജയിക്കുന്നതിനെ കുറിച്ചാ. കല്യാണി, നിന്റെ ചിന്തയ്ക്ക് തന്നെ ഒരു ഷാർപ്നെസ് വന്നിട്ടുണ്ട്. അതാ നീ ഡാൻസിനെ കുറിച്ച് ചിന്തിക്കാതെ ജയത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. എനിക്ക് ജയിച്ചേ പറ്റൂ വലിയുഞ്ഞെ.
ചെറുപ്പത്തിൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനൊരു ഡാൻസ് ടീച്ചറിന്റെ അടുത്ത് കൊണ്ടുപോയി ആക്കി. അന്നൊരു ദിവസം അവിടെ പഠിച്ചു, പിന്നെ പോയിട്ടേയില്ല. അതാണ് മുൻപരിചയം. പിന്നെ ഡാൻസ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല. കല്യാണി, ഏത് കലയായാലും, ഇനി അത് ആയോധന കലയായ പോലും, അത് അഭ്യസിക്കുന്നവരുടെ മനസ്സാണ് പ്രധാന ഘടകം. നൃത്തത്തിലും അതെ, കൈയും കണ്ണും മനസ്സും ഭാവവും ചേരുന്നതാണ് നൃത്തം. കൈ എത്തുന്നിടത്ത് കണ്ണും, കണ്ണെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് ഭാവവും ചേരുമ്പോ നൃത്തമായി. ഇത് ഞാൻ പറഞ്ഞല്ല, ലാലേട്ടനൊരു സിനിമയെ പറഞ്ഞത്. ഇപ്പോ നിനക്കതൊരു ഗുണമായി. അതുകൊണ്ട് മനസ്സുറപ്പിച്ച് പ്രാക്ടീസ് ചെയ്താ നീ ജയിക്കും. വല്യുഞ്ഞെ, എത്രയോ വർഷത്തെ പരിശീലനം കൊണ്ടാ ഓരോരുത്തര്. കല്യാണി, എത്രയോ നടീനടന്മാരാ ഡാൻസിന്റെ ആദ്യ പാഠം പോലും പഠിക്കാതെ നൃത്തം ചെയ്ത് നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ ഡാൻസ് പഠിച്ചിട്ടാണോ? ഞാൻ യൂട്യൂബിൽ നിന്ന് കുറച്ച് ഡാൻസിന്റെ ബാലപാഠങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ട് കളിച്ച് പഠിക്കുക. വാ, ഐശ്വര്യമായിട്ട് കയറിക്കോ. പനിമലരും ഒരു കിളിവാ ചലഭവും അതിരറിയാ വനിമേലെ പ്രണയമാ ഇരുവരുമാ ഹിമമണിമേട്ടിൽ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം വല്യുഞ്ഞെ. തെറ്റാണെങ്കിൽ വല്യുഞ്ഞ് പറഞ്ഞു തന്നാ മതി. ഓക്കെ കല്യാണി, നീ തുടങ്ങിക്കോ. കളിമൂളും കിളിയുടെ പാട്ടായി പനിമലരും ഒരു കിളിവാ ശലഭവും അതിരറിയാ വനിമേലെ പ്രണയമാ. ആ ഗംഗ, രാത്രി ജോത്സ്യം പാടില്ലെന്ന ശാസ്ത്രം. ആന്റി, അതിന് നമ്മൾ ജോത്സ്യം നോക്കാനല്ലല്ലോ പോകുന്നത്. അദ്ദേഹം കുറിച്ചു വെച്ച കാര്യങ്ങൾ അറിയാനല്ലേ. അത് പ്രശ്നമല്ല ആന്റി. ചില കല്യാണങ്ങൾ വരെ രാത്രി നടത്താറില്ലേ? എന്റെ മരുമകള് കൊള്ളാലോ. എങ്കിൽ നമ്മളായിട്ട് താമസിപ്പിക്കൊന്നും വേണ്ട, ദാസേട്ടനെ വിളിക്കാം. വേണ്ട ആന്റി, ഞാൻ ഡ്രൈവ് ചെയ്തോളാം. ഗുഡ്, കം. ആന്റി, എന്താ മോളെ? ആന്റി ദേ അവിടെ. ആനന്ദ്, എന്തൊക്കെ കോപ്രായങ്ങളാ നീ കാട്ടിക്കൂട്ടുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ രാത്രി നീ ഇവിടെ എന്താ കാണിക്കുന്നെന്ന്? അവനവന്റെ സ്റ്റാറ്റസ് അറിഞ്ഞു വേണം പെരുമാറാൻ. ഡാൻസ് പഠിപ്പിക്കാൻ നീ എന്താ കലാമണ്ഡലം? എന്റെ സ്റ്റാറ്റസ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്നെ അമ്മേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നീ എന്തൊക്കെയാണ് നീ പറയുന്നത്? അതെ അമ്മേ, കല്യാണിയെ പ്രിലിമിനറി പരീക്ഷയിൽ ചതിച്ച് പുറത്താക്കാൻ നോക്കിയവര് കല്യാണിക്ക് ഡാൻസ് അറിയില്ലെന്ന് മനസ്സിലാക്കി അവരുടെ സ്വാധീനം ഉപയോഗിച്ച് കോമ്പറ്റീഷനിൽ ഡാൻസ് മത്സരം ഉൾപ്പെടുത്തിയത്. എന്റെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ജയിച്ചാലേ
എനിക്ക് എന്റെ സ്റ്റാറ്റസ് നിലനിർത്താൻ പറ്റും. അതാ അമ്മേ, ഡാൻസ് അറിയാത്ത കല്യാണിക്ക് യൂട്യൂബിൽ നോക്കി ഞാൻ ഡാൻസ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. അവൾക്ക് ഡാൻസ് അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാൻസ് മാസ്റ്റർ വെച്ച് കൊടുക്കണം. അല്ലാതെ നീ പഠിപ്പിക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ നിനക്ക്? ശരി അമ്മേ. കല്യാണി വീട്ടിലേക്ക് പോയിക്കോ. ശരി മാഡം. പോവാ ആന്റി. ഇന്നിനി വേണ്ട, പിന്നൊരു ദിവസം ആവട്ടെ. സുജാതേച്ചി, സുജാതേച്ചി, ചേച്ചി ഇല്ലേ? കല്യാണി, നീ ഈ നിമിഷം തന്നെ ഈ വീട് വിട്ട് പുറത്തു പോണം. ഈ കല്യാണം കഴിയുന്നത് വരെ ഔട്ട് ഹൗസിൽ അതിന്റെ സ്ഥാനം. കല്യാണി, നീ എന്തായി കാണിക്കുന്നത്? ആനന്ദ് സാറിന്റെ കല്യാണം കഴിയുന്നത് വരെ നീ ഇവിടെ വരാൻ പാടില്ലെന്ന് മാഡം വിലക്കിയതല്ലേ? ദേ, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നീ പോയിക്കോ വേഗം. അയ്യോ, എനിക്ക് പേടിയാവുന്നു. ചേച്ചി പേടിക്കണ്ട, ആരുടെയും കണ്ണിപ്പെടാതെയാ ഞാൻ അകത്തേക്ക് കയറിയത്. ഞാനൊരു ചെറിയ കാര്യം ചെയ്തു തന്നിട്ട് ഉടനെ പോയിക്കോളാം. ചെറിയ കാര്യോ? നീ എന്തൊക്കെയാ കല്യാണി പറയുന്നത്? നീ ഒന്ന് പോ മോളെ, ആരെങ്കിലും കണ്ടാല് അറിയാലോ. അത് ചേച്ചി, ഇന്നലെ രാത്രിയില് അഖില മാഡത്തിന് നല്ല ചുമയായിരുന്നു. ആ ചുമ മാറാൻ ഒരു രസക്കൂട്ടുണ്ടാക്കി തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. അയ്യോ, അതൊന്നും ശരിയാവില്ല. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാ അതോടെ സംഗതികളെല്ലാം പൊളിയും. ചേച്ചി പേടിക്കണ്ട, ചേച്ചി പോയി കുറച്ച് തുളസിയില പറിച്ചിട്ട് വാ. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ രസം ഉണ്ടാക്കിട്ട് പോയിക്കോളാം. കല്യാണി, കൊള്ളാം. ചേച്ചി തുളസിയില കൊണ്ടുവരാൻ താമസിച്ചാ ഞാൻ അത്രയും നേരം കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. ചേച്ചി, ഇത് തക്കാളിയും കുരുമുളകും ഇഞ്ചിയും ഒരൽപ്പം കൽക്കണ്ടും തുളസിയില ഇട്ട ഒരു രസക്കൂട്ടാ. ദേ, ഇത് 2 സ്പൂൺ ഉള്ളിലേക്ക് ചെന്നാ ഏത് ചുമയും പിടിച്ചു നിർത്തുന്ന പോലെ അങ്ങ് നിൽക്കും. അതാ സാധനം. ഇത് നാട്ടിലെ മുത്തശ്ശിയുടെ സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു. അയ്യോ ചേച്ചി, എന്നെ നോക്കി നിൽക്കാണ്ട് പോയി 2 തുളസിയില കൊണ്ടുപോവാ. ചെല്ല്.
എല്ലാം പാകാണെന്ന് തോന്നുന്നു. അതെ, മാഡം ചോദിച്ചാ ഇത് എന്നോട് ചോദിച്ച് സുജാതേച്ചി ഉണ്ടാക്കിയ രസമാണെന്ന് പറഞ്ഞാ മതി. ചേച്ചി ഒരു പാത്രം എടുക്ക്. ദാ, ചെല്ല്. ഇവിടെ നിൽക്ക. അയ്യോ ചതിച്ചു. വിലാസിന് മാഡം വരുന്നു. കല്യാണി, നീ ഇവിടെ എവിടെയെങ്കിലും ഒളിക്കും. ഈശ്വര, ഇങ്ങോട്ടേക്കാണല്ലോ വരവ്. സമയം ഇത്രയായിട്ടും ഭക്ഷണമൊന്നും റെഡിയായില്ലേ? എല്ലാം റെഡിയാണ് മാഡം. കൊണ്ടുവരാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ ഇതോ? ഇത് മാഡത്തിന്റെ ചുമ മാറാൻ വേണ്ടി കല്യാണി. കല്യാണിയോ? അത് പിന്നെ മാഡം, എന്താ നിനക്കൊരു പരിങ്ങല്? ദേ, ഈ കൈ നിന്റെ കരണത്ത് വീഴും മുന്നേ പറഞ്ഞോ? അറിയാലോ നിനക്കെന്നെ. ഇന്നലെ അഖില മാഡം ചുമക്കുന്നത് കണ്ടിട്ട് കല്യാണി ഫോണിലൂടെ പറഞ്ഞു തന്ന് ഉണ്ടാക്കിയ രസമാണ്. അപ്പൊ കല്യാണി മാഡത്തിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയതായിരിക്കും മാഡം ഈ രസം. അവൾ അവിടെ ഇരുന്ന് ഫോണിലൂടെ ആജ്ഞാപിക്കുന്നത് കേട്ട് പാചകം ചെയ്യാനാണോ നിനക്കൊക്കെ ഇവിടെ ശമ്പളം തരുന്നേ? രസം വെച്ചു കൊടുത്തു മയക്കി വീണ്ടും കിച്ചണിലേക്ക് അവൾക്ക് കേറാനുള്ള തന്ത്രമായിരിക്കും ഇത്. അതിന് നീയും കൂട്ട്. എടുക്കടി ഈ രസം. എടുക്കാൻ. ആ വാഷ് ബേസിനിൽ ഒഴിക്ക്. ഒഴിക്കടി. മാഡം വേണ്ട. ഇത് കല്യാണി അഖില മാഡത്തിന്റെ ചുമ മാറാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു തന്നുണ്ടാക്കിയ രസമാണ്. വായടക്കടി. ചേച്ചിക്ക് ചുമയുണ്ടെങ്കിൽ ചേച്ചി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചോളൂ. അല്ലാതെ ഉള്ളില് തൃച്ചംബരത്തെ മരുമോളാകാനുള്ള മോഹം വെച്ച് അവൾ ഉണ്ടാക്കുന്ന രസമൊന്നും ഇവിടെ വേണ്ട. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ആ രസം എടുത്തോണ്ട് കളഞ്ഞ്. മാഡം വേണ്ട മാഡം, പ്ലീസ്. നിനക്ക് വയ്യെങ്കിലേ ഇങ്ങത്താ, ഞാൻ കളഞ്ഞോളാം. മാഡം പ്ലീസ്, ഇത് അഖില മാഡത്തിന് വേണ്ടി ഉണ്ടാക്കിയ രസമല്ലേ? നീ തരില്ലേ? തന്നെ. മാഡം വേണ്ട മാഡം. വരാനല്ലേ പറഞ്ഞത്? ദേ, മര്യാദയ്ക്ക് മാറി നിന്നോ, അല്ലെങ്കിലേ ചൂടുള്ള രസമാണെന്നൊന്നും ഞാൻ നോക്കില്ല. മോന്തക്കെടുത്ത് ഒഴിക്കും ഞാൻ. വിടാൻ പറഞ്ഞില്ലേ? വിലാസിനെ, എന്റെ വിളിപ്പുറത്തമ്മേ, അഖിലാമ്മയുടെ ഇങ്ങോട്ട് വരുന്നെന്നാ തോന്നണേ. ഈശ്വര, ഇവിടെ വെച്ചിങ്ങനെ എന്നെ കണ്ടാ അതോടെ തീർന്നുമല്ല. എന്താ ഇവിടെ? ഞാൻ പറയാം ചേച്ചി. ചേച്ചി കല്യാണിയെ ഇതിനകത്ത് കേറരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് ഇവളെന്താ ചെയ്തെന്നറിയോ? ഇവളെ ഞാൻ ആ കല്യാണി ചേച്ചിക്ക് ചുമയുണ്ടെന്ന് പറഞ്ഞോണ്ട് ഇവളെ വിളിച്ചു പറഞ്ഞു ഒരു പ്രത്യേക രസക്കൂട്ട് ഉണ്ടാക്കിച്ചിരിക്കുക. അവളുടെ അഹങ്കാരം ഒന്ന് നോക്കണേ. അതിന് ദേ ഇവള് കൂട്ടും. വിലാസിനെ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? ശരിയാണ് മാഡം. ഇന്നലെ രാത്രി മാഡം നന്നായിട്ട് ചുമക്കുന്നത് കല്യാണി എങ്ങനെയോ കണ്ടു. അതുകൊണ്ട് എന്നെ വിളിച്ച് ചുമ പെട്ടെന്ന് മാറാൻ കുരുമുളകും ഇഞ്ചിയും കൽക്കണ്ടവും തുളസിയിലയും ഒക്കെ ചേർത്ത് മാഡത്തിനൊരു രസം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അതാ ഞാൻ. തെറ്റാണെങ്കിൽ മാഡം എന്നോട് ക്ഷമിക്കണം.